ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശംഖുപുഷ്പം കൊണ്ട് എങ്ങനെയാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നത്. കർക്കിടക മാസങ്ങളിൽ കഞ്ഞിയും പയറും കഴിച്ച് മതിയായവർ ഇനി ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ശംഖുപുഷ്പം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ആ പച്ച നിറത്തിലുള്ള ഞെട്ടി അങ്ങോട്ട് പറിച്ച് കളയുക. അപ്പോൾ നമുക്ക് ഇതളുകളായി ലഭിക്കും. കർക്കിടക മാസം 1-ാം തീയതി മുതൽ ഞാൻ 30 ദിവസം വരെ വീഡിയോ ഇടുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും ആ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ശംഖുപുഷ്പം കൊണ്ട് ജ്യൂസ്, ചായ, അതേപോലെ തന്നെ കഞ്ഞി, ഇഡ്ഡലി, ദോശ എന്നിങ്ങനെ പല തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഡ്ഡലിയാണ്. അതിനായി ശംഖുപുഷ്പം ഇപ്പോൾ ഇതളുകളായി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്കത് അതിൻ്റെ കളറ് കിട്ടുകയുള്ളൂ. അത് കിട്ടാനായിട്ടാണ് ഈ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നത്. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ശംഖുപുഷ്പം ശിവന് പൂജിക്കുന്ന ഒരു പുഷ്പം തന്നെയാണ്. ശിവന്റെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ശംഖുപുഷ്പം നമ്മൾ കണ്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ എന്നിങ്ങനെ മാറാൻ ഏറ്റവും നല്ലതായ ഒന്നാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഇപ്പോൾ കളറായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കളർ നമുക്ക് ഇഡ്ഡലി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ശംഖുപുഷ്പം 2 തരത്തിലുണ്ട്. ഒന്ന് വെള്ള, ഒന്ന് നീല. ഈ നീലയാണ് നമ്മൾ എല്ലാ ഫുഡുകളിലും ഉപയോഗിക്കാറുള്ളത്. ഇപ്പം നമുക്ക് ആ കളർ ലഭിച്ചിട്ടുണ്ട്. അത് ഇഡ്ഡലി മാവിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇഡ്ഡലി ഒഴിച്ചെടുക്കാം. കുട്ടികൾക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധി വർദ്ധിപ്പിക്കുവാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ള മരുന്ന് തന്നെയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശംഖുപുഷ്പം വീട്ടിൽ തന്നെ നട്ടു വളർത്തുക. ഇത് വള്ളിച്ചെടിയായാണ് ഇത് ഉണ്ടാവുക.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ഇതേപോലെയുള്ള ഹെൽത്ത് പരമായിട്ടുള്ള വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.